ഹായ് ഗൈസ്. ഇന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 25 ഡേ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. വേറൊന്നുമില്ല, നമുക്ക് എന്താ പറയുക, ന്യൂ ഇയർ ആകുമ്പോൾ നന്നാവാനിരിക്കുന്ന കുറേ പേരുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും നാളായി, അയ്യോ ന്യൂ ഇയർ കഴിഞ്ഞു പോലും, ഇനി അടുത്ത ന്യൂ ഇയർ ആവട്ടെ, അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് നന്നാവണമെന്ന് തോന്നി അത് ഇപ്പോൾ ഈ നിമിഷം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് കുറച്ചും കൂടെ ഫോക്കസ് കിട്ടാൻ, അല്ലെ എൻ്റെ ലൈഫ് ഒന്ന് ഇത്തിരി ഒന്ന് ഡിസിപ്ലിൻഡ് ആക്കാൻ വേണ്ടിയിട്ട്, ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു 25 ഡേ ചലഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചലഞ്ചിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എൻ്റെ കൂടെ ഓരോ ദിവസവും നിൽക്കുക. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. എന്ത് കാര്യം ചെയ്താലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത്. ഞാൻ തന്നെ വെക്കുന്ന ഒരു ചലഞ്ചാണ്. എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി. നല്ല രീതിയിൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക, എൻ്റെ ഉള്ളിലെ ആ ഒരു ഇതിനെ മറികടക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ചലഞ്ച് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഡെയിലി ഓരോ വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഒരു ഈവനിങ്ങോടുകൂടി ആയിരിക്കും മിക്കവാറും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഇന്നിനിയിപ്പം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിന് നല്ലതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് ചെയ്തു തുടങ്ങുന്നത്. അപ്പം ലിറ്റിൽ തിങ്സ് മാറ്റേഴ്സ് അല്ലെ. ഇന്നിടുന്ന എഫേർട്ട് നാളെ നമുക്കൊരു എന്താ പറയുക, നല്ലൊരു റിസൾട്ട് കൊണ്ടുവരും. ആ ഒരു ഹോപ്പിന്മേൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു 25 ഡേ ചലഞ്ചിൽ 25 എന്ന് ഉദ്ദേശിച്ച് നമുക്ക് പതിയെ കയറാം. നമ്മൾ എന്താ പറയുക, ഇരുന്നിട്ട് കാല് നീട്ടാന്ന് പറയില്ലേ, അതുപോലെ നമ്മൾ തുടക്കത്തിലേ 100 ഡേ അല്ലെ 75 ഡേ ചലഞ്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം ഞാൻ മാക്സിമം ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതുപോലെ എന്താ പറയുക, നിങ്ങൾ ഈ കൂടത്തിൽ കൂടുക. നമുക്ക് നല്ല രീതിക്ക് ഈ ഒരു ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാം. ദിസ് ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് മൈ 25 ഡേ ചലഞ്ച്. സ്റ്റേ ട്യൂൺഡ്. ഈ ഒരു ചലഞ്ചിൽ എനിക്ക് ഒരുപാട് ലൈക്ക് കിട്ടും, വ്യൂസ് കിട്ടും, അതൊന്നും വിചാരിച്ചിട്ടല്ല. ട്രസ്റ്റ് ദ പ്രോസസ്സ്, അത്രേ ഉള്ളൂ. നമുക്ക് വ്യൂസും കാര്യങ്ങളും എല്ലാം താനേ വന്നോളൂ. ഇപ്പം ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടു, ഒരു 4 ലൈക്ക് അല്ലെങ്കിൽ കുറച്ച് വ്യൂസേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് ഇതിന്ന് പിന്മാറാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, മാക്സിമം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ആ ഒരു പോയിന്റിൽ ഇട്ടിട്ട് പോവാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കഴിവിൻ്റെ മാക്സിമം യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട്. എവറിത്തിങ് വിൽ ബി ഫൈൻ അറ്റ് ദ എൻഡ്. ഇഫ് എവറിത്തിങ് ഈസ് നോട്ട് ഫൈൻ, ഇറ്റ് വിൽ നോട്ട് ബി ദ എൻഡ്. ആ ഒരു കോട്ടിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. സോ നിങ്ങളും ഇനിയും എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിൽ പോലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, അല്ലെ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ ഇതാണ് ബെസ്റ്റ് ടൈം. ഇത് നിങ്ങൾക്കും കൂടെയുള്ള ഒരു വീഡിയോ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടെയുള്ള ഒരു ചലഞ്ചാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് വരിക. നമുക്ക് എന്താണോ പറയാനുള്ളത്, അല്ലെ നമുക്ക് എങ്ങനെയാണോ നമുക്ക് ഒരാളെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റുന്ന പോലെ, വലിയ രീതിക്കൊന്നുമില്ല, പറ്റുന്ന പോലെ എങ്ങനെയാണോ ഇൻസ്പയർ ചെയ്യാൻ പറ്റുക അതേപോലെ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുക. അല്ലെ നമ്മളെ കൊണ്ട് നമ്മുടെ കഴിവിൻ്റെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുന്നതിന് നല്ലതാണിത്. സോ എല്ലാവരും തന്നെ, ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഇതുപോലെ നമുക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് വെച്ചേക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ചാ.